ദേവമംഗൽ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൽ ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. അത്തം നക്ഷത്ര ജാതരുടെ ദശാകാലവും ദശാഫലവും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അത്തം നക്ഷത്രക്കാർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. 10 വർഷക്കാലമാണ് ചന്ദ്രദശ. എന്നാൽ അത്തം നക്ഷത്രം തുടങ്ങുന്ന സമയത്ത് ജനിച്ചാൽ മാത്രമേ ഈ 10 വർഷക്കാലം കിട്ടുകയുള്ളൂ. 24 മണിക്കൂറാണ് ഒരു നക്ഷത്രത്തിൻ്റെ ദൈർഘ്യം. നക്ഷത്രം മുന്നോട്ട് പോകുന്തോറും ദശാകാലം കുറഞ്ഞു വരും. ഉദാഹരണമായി നക്ഷത്രം പകുതി പിന്നിട്ട് കഴിഞ്ഞ ശേഷമാണ് ജനനമെങ്കിൽ ദശയുടെ പകുതിയായ 5 വർഷക്കാലമായിരിക്കും അയാൾക്ക് ചന്ദ്രദശ അനുഭവത്തിൽ വരിക. ആദ്യ ദശയ്ക്ക് മാത്രമാണ് ഇത് ബാധകം. തുടർന്ന് വരുന്ന ദശകൾക്ക് അവയ്ക്ക് പറഞ്ഞിട്ടുള്ള ദശാകാലം കൃത്യമായി അനുഭവയോഗ്യമാവും. നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാകും മാതൃഗർഭ ജന്മശിഷ്ടദശ ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം എന്നുള്ളത്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ. ദശാഫലങ്ങൾ അനുകൂലമാകണമെങ്കിൽ ഗോചരവശാലുള്ള ഫലങ്ങളും അനുകൂലമാകേണ്ടതുണ്ട്. ഗോചരവശാലുള്ള ഫലങ്ങൾ അനുകൂലമല്ലെങ്കിൽ എത്ര നല്ല ദശാകാലമായിരുന്നാലും പൂർണ്ണഫലം കിട്ടിയെന്ന് വരില്ല. പ്രത്യേകിച്ചും 7ര ശനി, അഷ്ടമശനി, കണ്ടകശനി, ജന്മവ്യാഴം, അഷ്ടമവ്യാഴം എന്നിവയുള്ള സമയങ്ങളിൽ. ഓരോ ദശാകാലത്തും ഉണ്ടാകുന്ന ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങളുടെ ഗുണവർദ്ധനവിനും നമ്മുടെ ആചാര്യന്മാർ ചില പ്രതിവിധികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തന്നാളുകാരുടെ ആദ്യ ദശ ചന്ദ്രദശയാണ്. 10 വർഷക്കാലമാണ് ചന്ദ്രദശ. ഇതിനെ ജന്മനക്ഷത്രദശ എന്ന് പറയും. ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇക്കാലം. മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം തുടങ്ങിയ മാസങ്ങളിലെ അത്തന്നാളുകാരാണെങ്കിൽ ചന്ദ്രദശ ഗുണപ്രദമായിരിക്കും. എങ്കിലും കുടുംബത്തിനും മാതാപിതാക്കൾക്കും അത്ര ഗുണകരമായിരിക്കില്ല. ദേഹസൗഖ്യക്കുറവും ജാതകന് ബാലാരിഷ്ടതകളും അനുഭവപ്പെട്ടേക്കാം. പലവിധത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. കഫജന്യ രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചന്ദ്രദശ ദോഷ പരിഹാരമായി കറുത്ത പക്ഷത്തിലാണ് ജനനമെങ്കിൽ തിങ്കളാഴ്ചയും അത്തന്നാളും ചേർന്ന് ഒരു ദിവസം ഭദ്രകാളിയെയും, വെളുത്ത പക്ഷത്തിലാണ് ജനനമെങ്കിൽ അത്തന്നാളും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ദുർഗാ ഭഗവതിയെയും ഭജിക്കണം. തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതും ഉത്തമം. അത്തന്നാളുകാർക്ക് രണ്ടാമത്തെ ദശ ചൊവ്വാദശയാണ്. 7 വർഷക്കാലമാണ് ചൊവ്വാദശ. ഇതിന് സമ്പന്ന നക്ഷത്രദശ എന്ന് പറയും. കുടുംബത്തിലെ ധനസ്ഥിതി മെച്ചപ്പെടും. എന്നാൽ കുസൃതിയും കുരുത്തക്കേടുകളും അനുസരണക്കേടും പഠനത്തിൽ അശ്രദ്ധയും ഉണ്ടാവും. എങ്കിലും കളികളിലും കായിക മത്സരങ്ങളിലും പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യും. മേടം, കർക്കിടകം, ചിങ്ങം, ധനു, മീനം തുടങ്ങിയ ലഗ്നങ്ങളിൽ ജനിച്ച അത്തന്നാളുകാർക്ക് ചൊവ്വാദശ മെച്ചപ്പെട്ട ഫലത്തെ പ്രദാനം ചെയ്യും. ബാക്കി ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് അത്ര ഗുണകരമായിരിക്കില്ല. ഇവരുടെ വീടിനടുത്തായോ വലിയ അകലത്തിലല്ലാതെയോ ഭദ്രകാളി ക്ഷേത്രമോ സ്കൂളുകളോ കണ്ടേക്കാം. ചൊവ്വാദോഷ പരിഹാരമായി മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ ഓജരാശികളിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെയും, ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം തുടങ്ങിയ യുഗ്മരാശികളിലാണ് എങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കണം. ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമം. അത്തന്നാളുകാരുടെ മൂന്നാമത്തെ ദശ രാഹുർദശയാണ്. 18 വർഷക്കാലമാണ് രാഹുർദശ. ഇതിനെ വിഭിന്ന നക്ഷത്രദശ എന്ന് പറയും. ചൊവ്വാദശയുടെ തുടർച്ചയായി വരുന്ന ഒരു പാപഗ്രഹം കൂടിയാണ് രാഹു. എന്നാൽ രാഹു ഏത് നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിനെ അനുസരിച്ച് ഗുണഫലവും ദോഷഫലവും വരുന്നു. രാഹു ഗ്രഹസ്ഥിതിയിൽ നല്ല സ്ഥാനത്ത് ബലവാനായാണ് നിൽക്കുന്നതെങ്കിൽ വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും. വിദ്യാഭിവൃദ്ധി, പരീക്ഷകളിൽ വിജയം, നല്ല തൊഴിൽ, നല്ല വിവാഹ ജീവിതം, സൽസന്താനലബ്ധി, വിദേശവാസം, നേർവഴിക്കല്ലാത്ത വിധത്തിൽ ധനലാഭം എന്നിവ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ രാഹു നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ദുർബലനും ദുസ്ഥാനസ്ഥിതനുമാണെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾക്കെല്ലാം വിപരീത ഫലമായിരിക്കും അനുഭവയോഗ്യമാകുക. രാഹുദോഷപരിഹാരമായി നാഗങ്ങളെയും ദുർഗാദേവിയെയും ഭജിക്കണം. സർപ്പങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നതും നാഗ അഷ്ടോത്തരിയും നവനാഗസൂത്രം ജപിക്കുന്നതും ഉത്തമം. ചൊവ്വ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ ദേവീ മഹാത്മ്യത്തിലെ 11ാം അധ്യായം രാഹുകാലത്ത് ഭക്തിപൂർവ്വം പാരായണം ചെയ്യുകയും ചെയ്താൽ ദോഷകാഠിന്യം കുറഞ്ഞ് ഗുണഫലങ്ങൾ കൈവരും.
അത്തം നക്ഷത്രജാതരുടെ 4ാമത്തെ ദശ വ്യാഴദശയാണ്. 16 വർഷക്കാലമാണ് വ്യാഴദശ. ഇതിനെ ക്ഷേമ നക്ഷത്രദശ എന്ന് പറയും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചൊവ്വയുടെയും രാഹുവിൻ്റെയും അധീനത്തിലായിരുന്നു. അതിൽ നിന്നുള്ള ഒരു മോചനം കൂടിയാണ് 4ാമത്തെ ദശയായ വ്യാഴദശ. ജീവിതത്തിൽ ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലം കൂടിയാണിത്. കുടുംബജീവിതം സ്വസ്ഥമാകും, സാമ്പത്തിക സ്ഥിതി ഭദ്രമാകും, ആത്മവിശ്വാസം വർദ്ധിക്കും, ജീവിതത്തിന് ഒരു ലക്ഷ്യവും ദിശാബോധവും കൈവരും. ആചാരാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധയും ഈശ്വരഭക്തിയും വർദ്ധിക്കും. ക്ഷേത്രകാര്യങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ വ്യാഴം നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ബലവാനല്ലെങ്കിൽ ഫലത്തിൽ കുറവ് അനുഭവപ്പെട്ടേക്കാം. വ്യാഴദശ ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും വ്യാഴാഴ്ചയും അത്തം നക്ഷത്രവും കൂടി വരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും വിഷ്ണു സഹസ്രനാമവും അഷ്ടോത്തരി ഇവ പാരായണം ചെയ്യുന്നതും ഉത്തമം. അത്തം നക്ഷത്രജാതരുടെ 5ാമത്തെ ദശ ശനിദശയാണ്. 19 വർഷക്കാലമാണ് ശനിദശ. ഇതിനെ പ്രത്യര നക്ഷത്രദശ എന്ന് പറയും. ഏകദേശം 45 വയസ്സുവരെ അടുത്ത് കാണും ഈ സമയം. ശനി ഒരു പാപഗ്രഹമാണെങ്കിലും മകരം, കുംഭം, ഇടവം, തുലാം എന്നീ ലഗ്നക്കാർക്ക് ശനി വളരെ ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ്. അതുപോലെ തന്നെ മിഥുനം, കന്നി എന്നീ ലഗ്നങ്ങളിൽ ജനിച്ച അത്തം നക്ഷത്രക്കാർക്ക് ശനി അത്ര ഗുണഫലദായകനല്ലെങ്കിലും അത്ര മോശമല്ലാത്ത ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും. മാനസിക പിരിമുറുക്കം, ശത്രുക്കളുടെ ഉപദ്രവം, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരിക, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. കഠിന അധ്വാനത്തിലൂടെ മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയൂ. നേരത്തെ മാറ്റിവെച്ചിരുന്ന അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചിരുന്ന കാര്യങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് വിജയത്തിൽ എത്തിക്കാൻ കഴിയും. പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാനും കഴിയും. അഗതികളെയും വൃദ്ധകളെയും സംരക്ഷിക്കുന്നതിന് താല്പര്യവും അവരുടെ അനുഗ്രഹത്തിന് പാത്രമാവുകയും ചെയ്യും. ക്ഷേത്രകാര്യങ്ങളിൽ സജീവമാകും. ഈശ്വരഭക്തി വർദ്ധിക്കും. ശനിദോഷ പരിഹാരമായി ശാസ്താവിനെ ഭജിക്കുന്നതും നീരാഞ്ജനം, അരയാൽ പ്രദക്ഷിണം, ശനിയാഴ്ച വ്രതം എന്നിവയും മഹാദേവനെയും ഹനുമാൻ സ്വാമിയെയും ഭജിക്കുന്നതും ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമം. അത്തം നക്ഷത്രജാതരുടെ 6ാമത്തെ ദശ ബുധദശയാണ്. 17 വർഷക്കാലമാണ് ബുധദശ. ഇതിനെ സാധക നക്ഷത്രദശ എന്ന് പറയും. ബുധദശ പൊതുവെ ഗുണകരമായിരിക്കുമെങ്കിലും ബുധന് ഇടയ്ക്കിടയ്ക്ക് മൗഢ്യം സംഭവിക്കുന്നതുകൊണ്ട് ഗുണഫലങ്ങൾ ഏറിയും കുറഞ്ഞുമിരിക്കും. അതായത് ബുധദശയിൽ സ്ഥിരഫലം കുറവായിരിക്കുമെന്ന് ചുരുക്കം. എങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയും. അത്തം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രവും അധിപൻ ബുധനുമാകയാൽ ബുധൻ ഗ്രഹസ്ഥിതിയിൽ ബലവാനാണെങ്കിൽ നല്ല ഫലങ്ങൾ ധാരാളം അനുഭവയോഗ്യമാകും. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം, നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം, കൃഷിയിലും കച്ചവടത്തിലും ലാഭം, എല്ലാത്തിനുപരി സമാധാനവും മനസ്സംതൃപ്തിയും കൈവരുന്ന കാലം കൂടിയായിരിക്കും. ബുധദോഷ പരിഹാരമായി അവതാരമൂർത്തികളായ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ ഇവരെ ഭജിക്കുന്നതും സഹസ്രനാമ പാരായണവും നാരായണീയ പാരായണവും ഭാഗവത പാരായണവും ബുധനാഴ്ചയും അത്തംനാളും ഒരുമിച്ച് വരുന്ന ദിവസം വ്രതമെടുക്കുന്നതും ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമം. അത്തം നക്ഷത്രജാതരുടെ 7ാമത്തെ ദശ കേതുർദശയാണ്. 7 വർഷക്കാലമാണ് കേതുർദശ. ഇതിനെ വധ നക്ഷത്രദശ എന്നാണ് പറയുക. പൊതുവെ ഗുണമോ ദോഷമോ നൽകാൻ കെൽപ്പില്ലാത്ത ഒരു ഗ്രഹമാണ് കേതു. കേതു ഏതു ഗ്രഹത്തിനോടൊപ്പം നിൽക്കുന്നു, ഏതു ഗ്രഹത്തിനാൽ ദൃഷ്ടി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഫലങ്ങൾ നൽകുന്നത്. ശുക്രൻ, വ്യാഴം, ബുധൻ തുടങ്ങിയ ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ കേതുവിന് നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിലുണ്ടെങ്കിൽ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും. അതേസമയം ശനി, ചൊവ്വ, സൂര്യൻ തുടങ്ങിയ പാപഗ്രഹങ്ങളുമായി യോഗമോ ദൃഷ്ടിയോ കേതുവിന് നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിലുണ്ടാൽ ദോഷഫലങ്ങളും ഉണ്ടാക്കും. അജ്ഞാത രോഗങ്ങൾ, വിഷം, അഗ്നി, ആയുധം, അകാരണമായ ഭയം, സ്വന്തം പ്രവൃത്തി കൊണ്ട് ശത്രുത എന്നീ ബുദ്ധിമുട്ടുകൾ കേതു ബലവാനല്ലെങ്കിൽ അനുഭവപ്പെടും. കേതുർദശ ദോഷപരിഹാരമായി മഹാഗണപതിയെയും ചാമുണ്ടിയെയും ഭജിക്കണം. നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ കേതു മേടം, മിഥുനം, ചിങ്ങം, തുലാം എന്നീ രാശികളിലാണെങ്കിൽ മഹാഗണപതിയെ ഉപാസിക്കുന്നതും ഭഗവാന് കറുകമാല ചാർത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമം.
ഇനി ഗണപതി ഹോമം നടത്താൻ കഴിയാത്തവർ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഗണപതി ഹോമത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. ചതുർത്ഥിയും അത്തം നാളും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുകയും ദേവീപൂജ നടത്തുന്നതും ഉത്തമം. അത്തം നാളുകാരുടെ 8ാമത്തെ ദശ ശുക്രദശയാണ്. ഇതിനെ മൈത്ര നക്ഷത്രദശ എന്ന് പറയും. 9ാമത്തെ ദശ ആദിത്യ ദശയാണ്. ഇതിന് മൈത്ര നക്ഷത്രദശയെന്നും പറയും. പൊതുവെ ഗുണകരമായിരിക്കും. എന്നാൽ കേതുർദശ കഴിയുന്നതോടുകൂടി അത്തം നാളുകാർക്ക് ഏകദേശം 90 വയസ്സിന് മുകളിൽ എത്തിയിട്ടുണ്ടാകും. പ്രായാധിക്യം വെച്ച് നോക്കുമ്പോൾ 8ഉം 9ഉം ദശകളെക്കുറിച്ചുള്ള ഫലങ്ങളിലേക്ക് കടക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നില്ല. ഈ കാലയളവിൽ ഈശ്വര ഭജനവും ദേവീ മഹാത്മ്യപാരായണവും ഉത്തമം. അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രദശാകാലം, നക്ഷത്രദശാഫലം, ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.